ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 14 ഭാഗം 2. ശ്രീപാദൻ്റെ അത്ഭുത ലീല. ശ്രീ സ്വാമി പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലം മുതൽ വിക്കുണ്ടായിരുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കും. അതിനു പുറമെ എനിക്ക് മറ്റൊരു രോഗം ഉണ്ടായി. 5-ാം വയസ്സ് മുതൽ രോഗം അധികമായി. 1 വർഷം കൊണ്ട് 10 വയസ്സ് കൂടിയതുപോലെ ആകും. എനിക്ക് 10 വയസ്സായപ്പോൾ 50 വയസ്സ് തോന്നിച്ചു. ശ്രീ പീഠികാപുരത്ത് ബാപ്പന്നാരിയുടെ ആധ്വർയത്തിൽ ഒരു യജ്ഞം നടത്തപ്പെട്ടു. ബ്രാഹ്മണർക്ക് ഉദാരമായ ദക്ഷിണകൾ നൽകപ്പെട്ടിരുന്നു. കൂടുതൽ വിദ്വത്വം ഉള്ളവർക്ക് വലിയ ദക്ഷിണകൾ നൽകപ്പെട്ടു. ശ്രീപാദൻ്റെ മഹിമാവിലാസങ്ങളെ പലരും പറഞ്ഞുകേട്ട് എൻ്റെ അച്ഛൻ എന്നെയും യജ്ഞത്തിന് കൂടെ കൊണ്ടുപോയി. അന്ന് ശ്രീപാദന് 6 വയസ്സിൽ കൂടുതൽ ആയിട്ടുണ്ടാവില്ല. യജ്ഞത്തിന് വേണ്ട നെയ്യ് ശേഖരിക്കപ്പെട്ടു. അത് ഒരു വൃദ്ധ ബ്രാഹ്മണനായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അയാൾക്ക് പിശുക്ക് മാത്രമല്ല ദുരാഗ്രഹവും ഉണ്ടായിരുന്നു. 1/4 ഭാഗം തൻ്റെ ഗൃഹത്തിൽ രഹസ്യമായി വെച്ച് ബാക്കി 3/4 ഭാഗമാണ് അയാൾ യജ്ഞസ്ഥലത്തേക്ക് കൊടുത്തയച്ചത്. യജ്ഞം തുടങ്ങി നെയ്യ് തികയുകയില്ലെന്ന് യജ്ഞം നടത്തുന്ന പുരോഹിതന്മാർക്ക് തോന്നി. നെയ്യ് പെട്ടെന്ന് കിട്ടുവാൻ വിഷമമായിരുന്നു. യജ്ഞത്തിന് ഇത്തരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് ദുഃഖകരമായിരുന്നു. ശ്രീ ബാപ്പനാര്യ പ്രശാന്തമായ മുഖത്തോടെ ശ്രീപാദനെ നോക്കി. ശ്രീപാദൻ ഇങ്ങനെ പറഞ്ഞു, അധികാരം ഏറ്റെടുത്ത ചില കള്ളന്മാർ എൻ്റെ ധനത്തെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ പീഠികാപുരത്ത് എൻ്റെ പേരിൽ ഒരു വലിയ ദർബാർ ഉണ്ടാകുവാൻ പോവുകയാണ്. ആ കള്ളന്മാരെ അകത്തു വരുവാൻ ഞാൻ അനുവദിക്കും. അപഹരിച്ച ധനവുമായി അവർ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വാതിൽക്കൽ ഒളിച്ചു നിന്ന് ഒരു വലിയ വടി കൊണ്ട് അവരെ അടിക്കും. ചിലർ അവിടെ മരിച്ചു വീഴും. മറ്റു ചിലർ പണം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടും. ശനീശ്വരനോട് ജ്യേഷ്ഠാദേവി സമേതനായി ഈ കള്ളന്മാരുടെ ഗൃഹങ്ങളിൽ താമസിക്കുവാൻ ഞാൻ ആജ്ഞാപിക്കും. ശ്രീപാദൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. ഭാവിയിൽ വരാൻ പോകുന്ന എന്തിനെയോ കുറിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവരും കരുതി. ഇതിനിടയ്ക്ക് ശ്രീപാദൻ ആ വൃദ്ധ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി. അയാളെ കൊണ്ട് ഒരു പനയോലയിൽ ഇങ്ങനെ എഴുതിച്ചു, അമ്മേ ഗംഗാമാതാവേ, യജ്ഞത്തിന് ആവശ്യമായ നെയ്യ് തരൂ. ഞങ്ങളുടെ മുത്തച്ഛൻ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി കടം വീട്ടും. ഇത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ആജ്ഞയാണ്. ഈ കത്ത് ശ്രീ വെങ്കടപ്പയ്യയെ കാണിച്ചു. അദ്ദേഹം സമ്മതിച്ചു. ആ കത്തോടുകൂടി 4 പേരും ആ വൃദ്ധ ബ്രാഹ്മണനും പാതകേയ തീർത്ഥത്തിലേക്ക് പോയി. ആ കത്ത് തീർത്ഥത്തിൽ സമർപ്പിച്ചു. അവർ കൊണ്ടുപോയിരുന്ന പാത്രങ്ങളിൽ തീർത്ഥജലം എടുത്തു. വേദമന്ത്രങ്ങളോടെ ആ ജലം യജ്ഞസ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ ആ വെള്ളം നെയ്യായി മാറിയിരുന്നു. യജ്ഞം പരിസമാപ്തമായി. വാഗ്ദാനം പാലിച്ചുകൊണ്ട് ശ്രേഷ്ഠി അതേ പാത്രങ്ങളിൽ നിറയെ നെയ്യ് പാതകേയ തീർത്ഥത്തിന് സമർപ്പിച്ചു. തീർത്ഥത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ നെയ്യ് വെള്ളമായി മാറി. എൻ്റെ അച്ഛൻ എൻ്റെ ദയനീയ സ്ഥിതി ശ്രീപാദനോട് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, കുറച്ച് കാക്കൂ, ഞാൻ അയാളുടെ രോഗം ഭേദമാക്കാം. വിക്കും മാറ്റിത്തരാം. ഒരു ഗൃഹം കത്തിച്ചു കളയേണ്ടതുണ്ട്. അതിനൊരു മുഹൂർത്തം നിശ്ചയിക്കണം. അദ്ദേഹത്തിൻ്റെ രീതികൾ പ്രവചനാതീതമാണ്. അതിനിടയ്ക്ക് വൃദ്ധബ്രാഹ്മണൻ വന്നു. നെയ്യ് മോഷ്ടിച്ചത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. ശ്രീപാദനോട് എല്ലാം തുറന്നു പറയണമോ എന്ന് ചിലപ്പോൾ തോന്നും. ഒടുവിൽ എന്തും സംഭവിക്കട്ടെ, ശ്രീപാദനെ ചെന്ന് കാണുന്നതാണ് നല്ലത് എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തി. അവർ തമ്മിൽ രസകരമായ ഒരു ചർച്ച നടന്നു. ശ്രീപാദൻ, മുത്തച്ഛ, അങ്ങ് മുഹൂർത്തം നിശ്ചയിക്കുന്നതിൽ നിപുണനാണ്. ഒരു ഗൃഹം കത്തിച്ചു കളയേണ്ടതുണ്ട്. അതിന് തക്ക ഒരു മുഹൂർത്തം നിർണയിക്കൂ. ബ്രാഹ്മണൻ, ഗൃഹനിർമ്മാണത്തിനും ആധാരശിലാ സ്ഥാപനത്തിനും മുഹൂർത്തമുണ്ടാകും. ഗൃഹദഹനത്തിന് മുഹൂർത്തമില്ല. ശ്രീപാദൻ, എങ്ങനെയാണ് അപഹരണത്തിനും ഗൃഹദഹനത്തിനും മുഹൂർത്തമില്ലാതെ വരിക? ബ്രാഹ്മണൻ, അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ഇപ്രകാരമുള്ള സംഭവങ്ങൾ വർജ്യ സമയങ്ങളിലോ ദുർമുഹൂർത്തങ്ങളിലോ സംഭവിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ശ്രീപാദൻ, എങ്കിൽ ഇപ്പോൾ വർജ്യ സമയമാണോ? ബ്രാഹ്മണൻ, ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമാണ്. ശ്രീപാദൻ, മുത്തച്ഛ, എന്ത് അശുഭ വാർത്തയാണ് അങ്ങ് പറഞ്ഞത്?
പരമപവിത്രമായ യജ്ഞത്തിനു വേണ്ടി ശേഖരിച്ചിരുന്ന നെയ്യ് ഒരു ധൂർത്തൻ അപഹരിച്ചു. അഗ്നിദേവന്റെ വിശപ്പ് ശമിച്ചില്ല. ന്യായമായി തൻ്റേതായ നെയ്യും അത് സൂക്ഷിച്ചു വെച്ച ഗൃഹവും അഗ്നിദേവൻ കത്തിക്കുകയാണ്. ദേവൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. ശ്രീപാദന്റെ വാക്കുകൾ കേട്ട ആ വൃദ്ധ ബ്രാഹ്മണന്റെ മുഖം വിവർണമായി. കുറച്ചു സമയത്തിനുള്ളിൽ അയാളുടെ ഗൃഹം ഭസ്മമായി. കത്തിക്കഴിഞ്ഞ ഗൃഹത്തിൻ്റെ ഭസ്മത്തിൽ നിന്ന് കുറച്ച് എടുത്തു കൊണ്ടുവരുവാൻ ശ്രീപാദൻ ബ്രാഹ്മണനോട് ആജ്ഞാപിച്ചു. അനുഗ്രഹിച്ച് വരദാനം ചെയ്യുവാനും ആഗ്രഹിച്ചത് നഷ്ടപ്പെടുത്തുവാനും ശ്രീപാദൻ സമർത്ഥനാണെന്ന് അറിയുന്ന വൃദ്ധബ്രാഹ്മണൻ ആ ഭസ്മം കൊണ്ടുവന്നു. അല്പം ഭസ്മം വെള്ളത്തിൽ കലക്കി കുടിക്കുവാൻ ശ്രീപാദൻ എന്നോട് ആജ്ഞാപിച്ചു. ഈ വിധത്തിൽ 3 ദിവസം ചെയ്യണമെന്ന് എന്നോട് നിർദ്ദേശിച്ചു. ഞങ്ങൾ ബാപ്പന്നാരിയുടെ ഗൃഹത്തിൽ അതിഥികളായിരുന്നു. എൻ്റെ വിക്കും എൻ്റെ ദേഹത്തിലെ വിചിത്രമായ രോഗവും നീക്കം ചെയ്യപ്പെട്ടു. ഞാൻ ആരോഗ്യവാനായി. ശ്രീപാദൻ തൻ്റെ വരദഹസ്തം എൻ്റെ തലയിൽ വെച്ച് ശക്തിപാദം നൽകി എന്നെ ധന്യനാക്കി. ശ്രീപാദൻ: ഇന്നു മുതൽ നിങ്ങൾ ദത്താനന്ദൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരട്ടെ. നിങ്ങൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ജനങ്ങളിൽ ധർമ്മബോധത്തെ പ്രചരിപ്പിക്കുമാറാകട്ടെ എന്ന് ആശീർവദിച്ചു. ശ്രീപാദൻ തുടർന്നു: നിങ്ങളും ആ വൃദ്ധബ്രാഹ്മണനും പൂർവ്വജന്മത്തിൽ ഒന്നിച്ച് വ്യാപാരം ചെയ്തിരുന്നു. വ്യാപാരത്തിൽ വൈഷമ്യമുണ്ടായപ്പോൾ ഒരാൾ മറ്റേയാളെ കൊല്ലുവാൻ അന്യോന്യം ശ്രമിച്ചു. ഒരു ദിവസം നിങ്ങൾ അയാളുടെ ഗൃഹത്തിലേക്ക് പോയി സ്നേഹം നടിച്ച് അയാൾക്ക് പായസം കൊടുത്തു. അതിൽ വിഷം കലർത്തിയിരുന്നത് അറിയാതെ ആ പായസം കഴിച്ച് അയാൾ മരിച്ചു. അതേസമയം അയാൾ നിയോഗിച്ച കൂലിക്കാർ നിങ്ങളുടെ ഗൃഹത്തിന് തീ കൊടുത്തു. നിങ്ങളുടെ ഗൃഹം ഭസ്മമായി. ഗൃഹത്തിലേക്ക് തിരികെ പോയ നിങ്ങൾ സ്വന്തം ഗൃഹം കത്തി നശിച്ചതായി കണ്ടു. സർവസ്വവും നഷ്ടപ്പെട്ട നിങ്ങൾ ഹൃദയവേദന കൊണ്ട് മരിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ വിഷം കൊടുത്തു എന്ന കാരണത്താൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ വ്യാധി ഉണ്ടായി. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഗൃഹം കത്തിച്ച അയാളുടെ ഗൃഹം ഈ ജന്മത്തിൽ കത്തിപ്പോയി. ഈ ലീലകളാൽ ഞാൻ നിങ്ങൾ 2 പേരെയും നിങ്ങളുടെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ശ്രീപാദൻ്റെ അനുഗ്രഹം വാങ്ങി ഞാൻ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ഞാൻ വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടി. ആ വൃദ്ധബ്രാഹ്മണന് ശ്രീ നരസിംഹവർമ്മ ഒരു പുതിയ ഗൃഹം നിർമ്മിച്ചു നൽകി. ശ്രീപാദൻ്റെ ഇടപെടൽ മൂലം ഞങ്ങൾ 2 പേരുടെയും കർമ്മബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് പിന്നീടുള്ള കാലത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നന്മ മാത്രം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ലീലകൾ ദിവ്യലീലകളാണ്. വൃദ്ധബ്രാഹ്മണന് ഒരു പുതിയ ഗൃഹമുണ്ടായി. എൻ്റെ രോഗം ശമിച്ചു, വിക്കുമാറി. ഞാൻ ഒരു പണ്ഡിതനായി. യജ്ഞം സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അധ്വർയത്തിൻ കീഴിൽ നടന്ന കുരുക്ഷേത്ര യുദ്ധം പോലെയായി. ശിവനെ കൂടാതെ നടത്തിയ ദക്ഷയാഗം ഒരു യുദ്ധരംഗമായി മാറി. ഇതിൽ അന്തർലീനമായ ധർമ്മതത്വങ്ങളുടെ സൂക്ഷ്മ ആശയങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. മകനെ ശങ്കരഭട്ട്, സകല ദേവതകളും തേജസ്സിൽ നിന്ന് ഉണ്ടായവയാണ്. അതിഥി അനന്തരൂപിണിയാണ്. ദേവതകൾ അതിഥിയുടെ സന്താനങ്ങളാണ്. മനുഷ്യന് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാക്കുന്നത് അവയാണ്. ദേവതകൾ മനുഷ്യന് തേജോവലയം നൽകുന്നു. മനുഷ്യ ആത്മാവിൽ ദിവ്യ ചൈതന്യ സമ്പത്തിനെ വർഷിക്കുന്നു, സത്യത്തെ പോഷിപ്പിക്കുന്നു, ദിവ്യലോകത്തെ നിർമ്മിക്കുന്നു. മനുഷ്യൻ്റെ സമ്പൂർണ്ണ മോക്ഷത്തിനും അവ്യാജ ആനന്ദത്തിനും വിഘ്നമുണ്ടാക്കുന്ന ദുഷ്ടശക്തികളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. ഋഷികൾ ദേവതകളുടെ സാക്ഷാത്കാരത്തെ കണ്ട് അവയുടെ വിവിധ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് അവയെ വിവിധങ്ങളായ നാമങ്ങളിൽ വിവരിച്ചു. വേദങ്ങളിൽ ഉപയോഗിച്ച പദങ്ങൾക്ക് വിശേഷാർത്ഥങ്ങളുണ്ട്. അശ്വം എന്ന വാക്കിന് സാധാരണയായി കുതിര എന്ന് അർത്ഥം. എന്നാൽ വേദ ഋഷികൾ ജഡചൈതന്യത്തെയും മനഃചൈതന്യത്തെയും കൂടി പ്രദർശിപ്പിക്കുന്ന പ്രാണചൈതന്യത്തെ, ആന്തരശക്തിയെ, ജീവശ്വാസശക്തിയെ അശ്വം എന്ന് സൂചിപ്പിച്ചു. ഇതാണ് ക്രിയായോഗ രഹസ്യം. ഔഷധങ്ങൾ, പശുക്കൾ മുതലായ ജീവരാശികളെ പോലെ വാഗ്രൂപങ്ങളും കേവലം മനുഷ്യ മനോബുദ്ധി കൽപ്പിതങ്ങളല്ല. അവ സജീവ ജനനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായവയാണ്. ചിലവ മൂലബീജവാക്കുകളുടെ ശബ്ദങ്ങളിൽ നിന്നുണ്ടായി. അവ ഏറ്റവും വർദ്ധിച്ച സജീവ ശബ്ദങ്ങളാണ്. അവ ധാതുക്കളുടെ അസംഖ്യമായ സന്താനങ്ങളാണ്. വലിയ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അവ വിഭിന്ന വർഗങ്ങളും ജാതികളും വംശങ്ങളും കുടുംബങ്ങളുമായി വളർന്നു. ഓരോ വാക്കിൻ്റെയും രൂപീകരണത്തിൽ സമാനമായ മാനസിക താത്വിക ചരിത്രവും ഉണ്ട്. ബ്രാഹ്മണർ ഭൂസുരന്മാർ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം: വേദഋഷികളുടെ സംഭാഷണത്തിൻ്റെ ഭാഷ ആദ്യമായി സൃഷ്ടിച്ചത് വായുവോ അഗ്നിയോ ഇന്ദ്രനോ അല്ല. പ്രാണേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സ് ഉത്ഭവിച്ചു.
ഇന്ദ്രിയങ്ങളുടെ സഹകരണ നിസ്സഹകരണങ്ങളെ അനുസരിച്ചു മാത്രമാണ് മനോബുദ്ധി നിർമ്മിക്കപ്പെട്ടത്. ഈ പരിണാമക്രിയാ പദ്ധതി പ്രകാരം പ്രാണേന്ദ്രിയ ചൈതന്യങ്ങളെ അനുസരിച്ച് ഭാഷാബോധവും പ്രയോഗവും ഉണ്ടായി. മകനെ, ദേവതകളെല്ലാം മന്ത്രങ്ങളുടെ മൂർത്തീകരണങ്ങളാണ്. ഈ ജഗത്ത് മുഴുവനും ദൈവാധീനത്തിലാണ്. ദേവതകൾ മന്ത്ര അധീനത്തിലാണ്. ആ മന്ത്രങ്ങൾ സദ്ബ്രാഹ്മണരുടെ അധീനത്തിലാണ്. അതുകൊണ്ട് ബ്രാഹ്മണർ ഭൂമിയിലെ ദേവതകളാണ്, ഭൂസുരന്മാരാണ്. വാക്കുകൾ തുടക്കത്തിൽ സാമാന്യമായി പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കുവാൻ എളുപ്പമായ വെളിച്ചം, പോക്കുവരവ്, സ്പർശം, ശീതോഷ്ണങ്ങൾ, വിസ്തൃതി, ബലപ്രയോഗം, വേഗം മുതലായ ചെറുതും പരിമിതവും പ്രാഥമികവുമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ചപ്പോൾ ക്രമത്തിൽ ഭാഷയുടെ ആശയവൈവിധ്യവും നിശ്ചിതത്വവും വർദ്ധിച്ചു. അതായത് അസ്പഷ്ടതയിൽ നിന്ന് നിശിതമായ നിശ്ചിതത്വത്തിലേക്കും ഭൗതിക അംശങ്ങളിൽ നിന്ന് മാനസിക അംശങ്ങളിലേക്കും വ്യക്തമായ വിഷയങ്ങളിൽ നിന്ന് അവ്യക്ത ഭാവനകളിലേക്കും ഈ വിധത്തിൽ ഭാഷ അഭിവൃദ്ധി നേടി പുരോഗമിച്ചു. പവിത്ര ഗ്രന്ഥ പഠനം വിശേഷ ഫലദായകമാണ്. നിങ്ങൾ ശ്രീപാദൻ്റെ ദിവ്യചരിത്രം എഴുതുവാൻ നിയോഗിക്കപ്പെട്ടവനാണ്. നിങ്ങൾ അത് സംസ്കൃത ഭാഷയിൽ രചിക്കും. കാലാന്തരത്തിൽ അത് ശ്രീപാദൻ്റെ മാതൃഭാഷയായ തെലുങ്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടും. ആ ഗ്രന്ഥം പാരായണം ചെയ്താലും മൂല്യഗ്രന്ഥം പാരായണം ചെയ്യുന്ന അതേ ഫലം തന്നെ ലഭിക്കുന്നു. ആരെവിടെയിരുന്ന് പാരായണം ചെയ്താലും അവിടെ സൂക്ഷ്മരൂപത്തിൽ ശ്രീപാദൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഉദാഹരണമായി ഞാൻ ഒരു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ശ്രീപാദന് 7 വയസ്സായി. അദ്ദേഹത്തിന് വേദവിധി പ്രകാരം ഉപനയനം നടത്തപ്പെട്ടു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ സമ്പന്ന ഗൃഹങ്ങളിൽ അത്യുത്സാഹമുണ്ടാകും. ആകസ്മിക സംഭവങ്ങളും ഉണ്ടായേക്കാം. ബാപ്പന്നാരിയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. എന്നാൽ പറയനായ ദത്തദാസു എന്ന സന്യാസിക്ക് ആ മഹോത്സവം കാണുവാനുള്ള അവസരമുണ്ടായില്ല. അയാൾ തൻ്റെ ജാതിയിൽപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി. താൻ അവർക്ക് ദത്തചരിത്രം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ദത്തദാസു പറഞ്ഞു തുടങ്ങി. പൂർവയുഗത്തിൽ അനസൂയ മാതാവിനും അത്രി മഹർഷിക്കും പുത്രനായി അവതരിച്ച ആ പരംജ്യോതി കലിയുഗത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനായി പീഠികാപുരത്ത് അവതരിച്ചു. ഇന്ന് ആ മഹാപ്രഭുവിൻ്റെ ഉപനയനം നടന്നു. ഉപനയനാനന്തരം ദിവ്യ തേജോവിരാജിതനായ പ്രഭു പ്രഭാപൂരം പരത്തുന്നു. ദീന ജനോദ്ധാരകനായ ആ പ്രഭുവിന് നിത്യശ്രീ ഉണ്ടാകട്ടെ, നിത്യമംഗളം ഉണ്ടാകട്ടെ. ശ്രീ ഗുരുവിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ പറയുവാനുള്ള പാണ്ഡിത്യമൊന്നും ദത്തദാസുവിന് ഉണ്ടായിരുന്നില്ല. അയാൾ അതേ കഥ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കേൾവിക്കാരും ഏകാഗ്രമായ ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരുന്നു. ഇത് 53 പ്രാവശ്യം പറഞ്ഞു. ദത്തദാസുവിൻ്റെ മേൽ ശ്രീപാദൻ്റെ അമൃത ദൃഷ്ടി പതിച്ചു. ഉപനയനം കഴിഞ്ഞ ഉടൻ ശ്രീപാദൻ അവിടെയുള്ള ബ്രാഹ്മണരോട് തനിക്ക് ഉടനെ പറയസന്യാസിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ബാപ്പനാരി ശ്രീപാദനോട് ചോദിച്ചു. ശ്രീപാദൻ പറഞ്ഞു, വിശുദ്ധ അന്ധകരണമുള്ള ദത്തദാസു എൻ്റെ ചരിത്രത്തെ വിവരിച്ചിരിക്കുന്നു. അയാൾ ഒരു പ്രാവശ്യം പറഞ്ഞത് ഒരു അധ്യായമായി എടുക്കുകയാണെങ്കിൽ അയാൾ 53 അധ്യായങ്ങൾ പൂർത്തിയാക്കിയതായി കണക്കാക്കണം. എൻ്റെ ചരിത്രം 53 അധ്യായങ്ങൾ ശ്രദ്ധയോടെ പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്ന തൽക്ഷണ ഫലം അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ശ്രീപാദൻ്റെ ഭക്തവാത്സല്യത്തിന് ജാതിയോ കുലമോ ഇല്ല. ശ്രീപാദന് ദത്തദാസുവിനെ കാണുവാൻ ബ്രാഹ്മണർ അനുവാദം കൊടുത്തില്ല. അപ്പോൾ ശ്രീപാദൻ കോപിഷ്ഠനായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചണ്ടാലൻ എന്നും നീചജാതിയെന്നും പറഞ്ഞ് ക്രൂരമായി അമർച്ച ചെയ്യുന്നവരിൽ വരും നൂറ്റാണ്ടിൽ എൻ്റെ കടാക്ഷം ധാരാളമായി ഉണ്ടാകും. വരും നൂറ്റാണ്ടുകളിൽ അവർ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കും. വരും നൂറ്റാണ്ടുകളിൽ ബ്രാഹ്മണരിൽ അധികം പേരും സേവകവൃത്തി അവലംബിച്ച് ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി തീരും. എൻ്റെ വാക്കുകൾ ശിലാശാസനങ്ങൾ പോലെയാണ്. അവയിൽ ഒരക്ഷരം പോലും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. എങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ധർമ്മബദ്ധരായി ദത്തഭക്തരായി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ അയാളെ കൺപോള കണ്ണിനെ എന്ന പോലെ കാത്തുരക്ഷിക്കും. ശ്രീപാദൻ്റെ ക്രോധാവേശത്തെ ശമിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ശ്രമിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ശ്രീപാദൻ ശാന്തനായി മൗനം അവലംബിച്ചു. കൃത്യമായി ഇതേ സമയത്തു തന്നെ ദത്തദാസുവിന് ശ്രീപാദ ശ്രീവല്ലഭൻ തൻ്റെ ദിവ്യമംഗളസ്വരൂപത്തിൽ ദർശനം നൽകി. അവർ പ്രേമപൂർവ്വം സമർപ്പിച്ച മധുരഫലങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. അവർ കൊടുത്ത പാൽ വളരെ സ്നേഹത്തോടെ കുടിച്ചു. ശ്രീപാദൻ സ്വയം തൻ്റെ ദിവ്യഹസ്തം കൊണ്ട് മധുരപലഹാരം വിതരണം ചെയ്തു. ദത്തദാസുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ആശീർവദിച്ചു.
മകനെ ശങ്കരഭട്ട്, ശ്രീപാദൻ്റെ ദിവ്യപ്രേമം കണ്ടോ? സ്മരണം മാത്രം കൊണ്ട് അദ്ദേഹം സന്തുഷ്ടനാകുന്നു. കുലമോ ഗോത്രമോ മറ്റു ഭൗതിക വിഷയങ്ങളോ അദ്ദേഹത്തിന് പ്രമേയമല്ല. ദത്തപ്രസാദം ഒരു താണജാതിക്കാരൻ തന്നാലും അത് ഭക്തിപൂർവം സ്വീകരിക്കണം. ഇഷ്ടക്കുറവ് കാണിക്കുന്നവർ പല കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ശ്രീപാദൻ ഭക്തന്മാർക്ക് നൽകിയ 12 അഭയവാക്യങ്ങൾ. ശ്രീപാദൻ ദത്തദാസുവിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 1. എൻ്റെ ചരിത്രം പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ സൂക്ഷ്മരൂപത്തിൽ ഉണ്ടായിരിക്കും. 2. മനോവാക് കർമ്മങ്ങൾ എന്നിൽ അർപ്പിച്ചവരെ ഞാൻ കൺപോള കണ്ണിനെ എന്ന പോലെ സംരക്ഷിക്കും. 3. ശ്രീ പീഠികാപുരത്ത് എല്ലാ ദിവസവും മധ്യാഹ്ന സമയത്ത് ഞാൻ ഭിക്ഷ സ്വീകരിക്കും. എൻ്റെ വരവ് ദിവ്യ രഹസ്യമായിരിക്കും. 4. സദാ എന്നെ ധ്യാനിക്കുന്നവരുടെ കർമ്മത്തെ അത് ജന്മജന്മാന്തരങ്ങളായി സംഭരിച്ചു വയ്ക്കപ്പെട്ടതായാലും ഞാൻ ഭസ്മ കൂമ്പാരമാക്കും. 5. രാമചന്ദ്ര ആഹാരം എന്ന് നിലവിളിക്കുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകിയാൽ എനിക്ക് സന്തോഷമാകും. 6. ഞാൻ ശ്രീപാദ ശ്രീവല്ലഭനാണ്. എൻ്റെ ഭക്തന്മാരുടെ ഗൃഹങ്ങളിൽ മഹാലക്ഷ്മി തൻ്റെ സമ്പൂർണ്ണ കലകളോടുകൂടി പ്രകാശിക്കുന്നു. 7. നിങ്ങൾക്ക് ശുദ്ധമായ അന്ധകരണമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ എൻ്റെ കടാക്ഷമുണ്ടാകും. 8. നിങ്ങൾ ഏത് ദേവതാരൂപത്തെ ആരാധിച്ചാലും ഏത് സദ്ഗുരുവിനെ ആലംബിച്ചാലും എനിക്ക് സമ്മതമാണ്. 9. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എന്നിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന ദേവതാരൂപത്തിൽ കൂടിയോ നിങ്ങളുടെ സദ്ഗുരുവിൽ കൂടിയോ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകപ്പെടുന്നു. 10. ശ്രീപാദ ശ്രീവല്ലഭൻ എന്നത് പരിമിതമായ ഈ നാമരൂപം മാത്രമല്ല, എല്ലാ ദേവതാ സ്വരൂപങ്ങളെയും എല്ലാ ശക്തികളെയും അംശമാക്കിക്കൊണ്ടുള്ള എൻ്റെ വിരാട് സ്വരൂപത്തെ അനുഷ്ഠാനങ്ങളിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. 11. യോഗസമ്പൂർണ്ണ അവതാരമാണ് എൻ്റേത്. മഹായോഗികളും മഹാസിദ്ധന്മാരും സദാ എന്നെ ധ്യാനിക്കുന്നു. അവയെല്ലാം എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അംശങ്ങളാണ്. 12. നിങ്ങൾ എന്നെ ആലംബനമായി എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധർമ്മമാർഗവും കർമ്മമാർഗവും പഠിപ്പിക്കാം. നിങ്ങൾ വീണു പോകാതെ എപ്പോഴും ഞാൻ കാത്തുരക്ഷിക്കും. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.